ഹലോ എവ്രി വൺ, അവർ ഓൺ കുവൈറ്റിൻ്റെ ഏറ്റവും പുതിയൊരു ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. കുവൈറ്റിലേക്ക് വന്ന നേഴ്സസ് പലരും അവർക്ക് സാലറി കിട്ടി തുടങ്ങി. അതുപോലെ തന്നെ അവർ ഹോട്ടലിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് മാറി തുടങ്ങി. പലരും അവരുടെ ഹസ്ബൻഡുമാരുടെ അല്ലെങ്കിൽ വൈഫ്മാരോട് ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ കൂടെ താമസം തുടങ്ങി. അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് പോകുന്നു. കുവൈറ്റിൽ അല്പം ചൂടാണിപ്പോൾ. ഒരുപക്ഷെ നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾക്ക് അല്പം അതിശയകരമായിട്ട് തോന്നാൻ സാധ്യതയുണ്ട് ഇവിടുത്തെ ചൂട്. ഒരുപക്ഷെ നമ്മൾക്ക് ഒരുപാട് ഡയറക്റ്റ് അനുഭവിക്കേണ്ടി വന്നില്ലെങ്കിൽ പോലും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല ചൂടാണ്. എന്തായാലും കുവൈറ്റിലേക്ക് മോയിസിലേക്ക് വരാനായിട്ട് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് എൻ്റെ വീഡിയോയുടെ താഴെയും അതുപോലെ തന്നെ പല ഇൻഫർമേഷൻസ് ഇമെയിലിലാണെങ്കിലും ഒക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നത് ഗൾഫ് രാജ്യങ്ങളിലേക്ക് വരാൻ ഇനിയും ഒരുപാട് നേഴ്സസ് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. കുവൈറ്റ് മോയിസ് ഒരുക്കിയ ഈ ഒരു അവസരം കുറേ പേര് ഉപയോഗപ്പെടുത്തി. പക്ഷേ കുറേ പേര് ഇപ്പോഴും ഇത് അറിഞ്ഞില്ല എന്നറിഞ്ഞപ്പോൾ വളരെ വിഷമം തോന്നി. കാരണം ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾക്ക് അറിഞ്ഞ ആളുകൾ അത് ഷെയർ ചെയ്യുമായിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറച്ച് ആളുകൾക്കും കൂടെ ഇവിടെ വർക്ക് ചെയ്യാനുള്ളൊരു അവസരം കിട്ടിയേനെ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇപ്പോഴും ലിങ്ക് ഓപ്പണാണ്. പക്ഷേ ഇൻ്റർവ്യൂസൊക്കെ വളരെ സ്പെസിഫിക് ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്കാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ലിങ്കിൽ അപ്ലൈ ചെയ്താൽ പോലും എപ്പോൾ വിളിക്കുമെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റുകയില്ല. എന്തായാലും കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾക്ക് ഉത്തരം തന്നെയാണ് ഈ വീഡിയോയിലും പറയുന്നത്. ഇൻട്രൊഡക്ഷനായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. നിങ്ങൾ തരുന്ന സപ്പോർട്ടിനെല്ലാം വളരെ സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ തന്നെ പല വീഡിയോസും പല ചാനൽസും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും മറ്റു പല ചാനലിൽ നിന്നും എൻ്റെ ചാനലിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ എന്നോട് ചോദിച്ചിരിക്കുന്നത് സൗദിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്ററാണ്. പുള്ളിക്കാരി ചോദിച്ചിരിക്കുന്നത് നാട്ടിൽ ജൂലൈ ലീവിന് പോകുന്നുണ്ട്, അപ്പോൾ മെഡിക്കൽ എടുക്കണോ എന്നുള്ളതാണ്. മെഡിക്കൽ എടുക്കാനുള്ള നിങ്ങൾക്ക് ലിങ്ക് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെഡിക്കൽ എടുക്കുക. നാട്ടിൽ പോയി അവർ പറഞ്ഞിരിക്കുന്ന സെൻറ്ററിൽ തന്നെ പോയിട്ട് മെഡിക്കൽ എടുക്കുകയായിരിക്കും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ PCC എടുക്കുന്ന കാര്യം വരുമ്പോൾ ഇപ്പോൾ എടുക്കാതിരിക്കുക. വിസ വന്നതിന് ശേഷം മാത്രം. PCC പല ആളുകൾ നേരത്തെ എടുത്ത് വെക്കുന്നതിനെക്കുറിച്ചാണ് പലരും പറഞ്ഞ് അവരുടെ PCC എക്സ്പയർ ആയിപ്പോയി. പക്ഷേ ഇപ്പോൾ കുറേ ആളുകൾ വീഡിയോസ് എല്ലാം കണ്ട് PCC വിസ വന്നതിന് ശേഷമാണ് അവരെടുക്കുന്നത്. കാരണം ഇവിടെ വന്നതിന് ശേഷം PCCക്ക് വാലിഡിറ്റി വേണം. പിന്നെ പലരും ചോദിക്കുന്ന കാര്യമാണ് പാസ്പോർട്ടിൻ്റെ വാലിഡിറ്റിയെക്കുറിച്ച്. ഓഫർ ലെറ്റർ വന്നു, പാസ്പോർട്ടിൻ്റെ കോപ്പി അയച്ചു കൊടുത്തു, പിന്നീട് അവർ പാസ്പോർട്ട് റിന്യൂ ചെയ്യാൻ കൊടുത്തിരിക്കും എന്നുള്ളതാണ്. നിങ്ങൾക്ക് പാസ്പോർട്ട് റിന്യൂ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ കുവൈറ്റിൽ നമ്മൾക്ക് വളരെ ഈസി ആയിട്ട് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്തൊക്കെ തന്നെയായിട്ട് ഔട്ട്ലെറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് വളരെ ഈസി ആയിട്ട് പാസ്പോർട്ട് റിന്യൂ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ ഇത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പോയിട്ട് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഇവിടെ വന്ന കാര്യങ്ങൾ കുറച്ചും കൂടി നാട്ടിലേക്കാളും ഈസി ആയിട്ട് പാസ്പോർട്ട് റിന്യൂ ചെയ്യാൻ പറ്റും. അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. പിന്നെ റെസിഗ്നേഷൻ പ്രോസസ്സ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. റെസിഗ്നേഷൻ പ്രോസസ്സിനെ കുറിച്ച് ഞാൻ ഇതുവരെ ഒരു അന്വേഷണം നടത്തിയിട്ടില്ല. ആക്ച്വലി ഒരുപക്ഷെ ഫ്യൂച്ചറിൽ എനിക്ക് ചെയ്യേണ്ടി വരുവാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിക്കാം. അതുമാത്രമല്ല, നിങ്ങൾക്ക് ലോക്കം കോൺട്രാക്റ്റിൻ്റെ റെസിഗ്നേഷൻ പ്രോസസ്സിനെ കുറിച്ച് അറിയണമെങ്കിൽ ഞാൻ അന്വേഷിച്ചിട്ടൊരു വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. സാധാരണ റെസിഗ്നേഷൻ പ്രോസസ്സ് തന്നെയാണ് ഇതിനു വേണ്ടിയും ചെയ്യേണ്ടത്. റെസിഗ്നേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ജോയിനിങ് പ്രോസസ്സ് പോലെ തന്നെ ഒരുപാട് ഫോർമാലിറ്റീസും പേപ്പർ വർക്കും ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതൊരു ലോങ് പ്രോസസ്സാണ്. ഇവിടെ അതും ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അതും ഓർത്ത് ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രോമെട്രിക് എക്സാമിനെ കുറിച്ചാണ് വീണ്ടും ചോദിച്ചിരിക്കുന്നത്. പ്രോമെട്രിക് എക്സാം ഓൺലി ഫോർ പ്രൈവറ്റ് ഹോസ്പിറ്റൽ. പല വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് കേൾക്കാത്തവരായിരിക്കും ചോദിക്കുന്നത്. പ്രോമെട്രിക് എക്സാം എന്ന പേരിൽ നടത്തുന്ന എക്സാം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള ലൈസൻസിങ് എക്സാമാണ്. പക്ഷേ MOHൽ നാട്ടിൽ നിന്ന് ഓൺലൈൻ റിക്രൂട്ട്മെൻറ്റ് വഴി വരുന്ന ആളുകൾക്ക് പ്രോമെട്രിക് എക്സാം അല്ല അവർ നടത്തുന്നത്. അവരുടെ ഏത് ഹോസ്പിറ്റലിലാണോ ജോയിൻ ചെയ്തിരിക്കുന്നത് ആ ഹോസ്പിറ്റലുകാർ നടത്തുന്ന ഒരു എക്സാം മാത്രമാണ് നിങ്ങൾക്കുള്ളത്. അതിൽ മിക്കവാറും ആളുകളും ആരും തന്നെ തോറ്റുപോകാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് വറി ചെയ്യേണ്ട ആവശ്യമില്ല. ഓഫർ ലെറ്റർ വരാതെ മെഡിക്കൽ എടുത്തു എന്ന് ഒരാൾ മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓഫർ ലെറ്റർ വരാതെ മെഡിക്കൽ എടുക്കേണ്ട ഒരാവശ്യമില്ല. കാരണം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾക്ക് സെലക്ഷൻ ആകാതെ ആ ഒരു ലെറ്റർ വരാതെ മെഡിക്കൽ എടുക്കുന്നത് വെറും പൈസ നഷ്ടം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓഫർ ലെറ്റർ വരാൻ വെയിറ്റ് ചെയ്യുക. പിന്നെ ചോദിച്ചിരുന്നു പോസ്റ്റ് BScയുടെ കാര്യം. പോസ്റ്റ് BScയുടെ കാര്യം എക്സ്പീരിയൻസ് എങ്ങനെയാണ് കൗണ്ട് ചെയ്യുന്നത്? ഡിപ്ലോമ കഴിഞ്ഞതിന് ശേഷമുള്ള എക്സ്പീരിയൻസ് ഇപ്പോൾ അവർ കൗണ്ട് ചെയ്യുന്നില്ല. പോസ്റ്റ് BSc കഴിഞ്ഞതിന് ശേഷമുള്ള എക്സ്പീരിയൻസ് ആണ് അവരിപ്പോൾ കൗണ്ട് ചെയ്യുന്നത്. അതിനെ സംബന്ധിച്ചുള്ള വീഡിയോസ് ഞാൻ പലതും ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും പോസ്റ്റ് BScക്കാരെ ഇപ്പോൾ അവരെടുക്കുന്നത് BSc നഴ്സസ് തന്നെയായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഗ്രേഡ് ചേഞ്ചെങ്കിലും പലപ്പോഴും ഡിപ്ലോമക്കാർക്ക് 2 ഗ്രേഡ് ചേഞ്ച് മാത്രമേ ഉള്ളൂ. എന്നാൽ BSc നഴ്സസിന് 4 ഗ്രേഡ് ചേഞ്ച് വരെ ഉണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും
അതിന് മുൻപുള്ള ഡിപ്ലോമക്കാരുടെ എക്സ്പീരിയൻസ് കൗണ്ട് ചെയ്യുന്നില്ല. പക്ഷേ പണ്ട് വന്ന നഴ്സസ് ഡിപ്ലോമ നഴ്സിംഗ് ഇവിടെ അതിന് ജോയിൻ ചെയ്തതിന് ശേഷം പിന്നീട് പോസ്റ്റ് ബേസിക് സർട്ടിഫിക്കറ്റ് അവർ സബ്മിറ്റ് ചെയ്ത സമയത്ത് അവരുടെ ഡിപ്ലോമ എക്സ്പീരിയൻസും കൗണ്ട് ചെയ്തിരുന്നു. പലപ്പോഴും പല മാറ്റങ്ങളും മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ അവർ നടത്താറുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും പെർമനൻ്റ് ആണ് എന്ന് പറയാൻ പറ്റുകയില്ല. ഡിപ്ലോമക്കാർക്കുള്ള ഗ്രേഡ് ചേഞ്ചിങ് 1 2 മാത്രമേ ഉള്ളൂ. പക്ഷേ BSN ആളുകൾക്ക് അവർക്ക് 4 തവണ വരെ 3 4 തവണ വരെ ഗ്രേഡ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനത്തിന് നമ്മൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യാനൊന്നും പറ്റുകയില്ല. അവരെന്താണ് പറയുന്നത് അതനുസരിച്ച് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നതാണ് ഒരു വാസ്തവം. എന്തായാലും ഈ വീഡിയോയിൽ കൂടെ കുറച്ച് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് തരാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു.